ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വെന്റിലേറ്റിംഗ് ഫാനാണ്. അതായത് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സീലിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കിച്ചണിൻ്റെ ഏരിയ എന്നാണെങ്കിലും അല്ലാതെ നല്ല ഒരു സ്മെല്ല് ഫീലിംഗ് നമ്മുടെ വീടിൻ്റെ അകത്ത് ഉണ്ടാവാറുണ്ട്. കബോർഡൊക്കെ ചെയ്യുന്നത് മൊത്തം ടൈറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു വെന്റിലേഷൻ ടൈപ്പ് ഫാനാണ്. അതായത് വെന്റിലേഷൻ ടൈപ്പ് വരുന്ന ഫാനാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഇതാണ് വരുന്നത്. അത് പൈപ്പിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്ത് വരുന്നത്. 40 വാട്ടാണ് വരുന്നത്. അതതിൻ്റെ അകത്ത് വരുന്ന മോട്ടറാണ് ഈ കാണുന്നത്. 40 വാട്ടാണ് വരുന്നത്. നേരെ പൈപ്പിലേക്കാണ് നമ്മൾ ഈ പറയുന്നത് എൻ്റെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് പോകാം. ഇതാണ് ഔട്ട് പുറത്തേക്ക് പോകുന്നത്. ഇനി അതിൻ്റെ കമ്പനി കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. അതിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്ത് തന്നെ ഉണ്ടാവും. എയറിൻ്റെ സർക്കുലേഷനാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ നിന്ന് എയർ വലിച്ച് ഇപ്പുറത്തെ സൈഡിൽ കൂടെ പുറത്തേക്ക് കളയുന്ന സിസ്റ്റമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തന്നെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സർക്യൂട്ടിൻ്റെ ഡയഗ്രാം കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് സ്പീഡ് കൺട്രോളർ വരുന്നുണ്ട്. അതിനൊരു സെപ്പറേറ്റ് സ്വിച്ച്, 2 മോഡ്യൂളിൻ്റെ ഒരു സ്വിച്ച് വരുന്ന സെക്ഷൻ കൂടി ആയിട്ടാണ് നമുക്കിത് കമ്പനി തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടു. അതായത് നമുക്ക് അതിൻ്റെ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർക്കിംഗ് ആണ് നമ്മൾ പൈപ്പിലേക്ക് കറക്റ്റായിട്ട് കയറ്റി വയ്ക്കുന്നത്. 6 ഇഞ്ച് പൈപ്പാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. 6 ഇഞ്ച് പൈപ്പിലേക്കാണ് നമ്മൾ ഈ പറയുന്ന കയറ്റി വെച്ചതിന് ശേഷം നമുക്ക് ടൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ പറയുന്ന സ്ക്രൂ ചെയ്ത് സെൽഫ് സ്ക്രൂ അടിച്ചു കൊടുക്കുകയോ ക്ലിയർ ചെയ്യുകയോ ചെയ്യാം. അത് നമ്മൾ ഭിത്തിയിൽ ഉറപ്പിക്കുന്നത്, അതായത് നമ്മൾ പൈപ്പിലേക്ക് കയറ്റി ഏറ്റവും ടോപ്പിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൈഡിൽ 2 സ്ക്രൂ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അങ്ങനെ വേണമെങ്കിലും അങ്ങനെ ചെയ്യാം. ഇനി നമുക്കിത് പൈപ്പിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ വയർ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യാം. മൊത്തം 3 വയർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരു വയർ കൂടി ഉണ്ട് അതിൻ്റെ അകത്ത്. മൊത്തം 4 വയറാണ് വരുന്നത്. അപ്പോൾ ഈ 4 വയറിൽ ഒന്ന് എർത്ത്, ഒരു കോമൺ ആയിട്ട് ഒരു ന്യൂട്രൽ വരുന്നുണ്ട്. ബാക്കി 2 നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ അതായത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ലോ സ്പീഡുണ്ട്, ഹൈ സ്പീഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വയറാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് 6 ഇഞ്ച് പൈപ്പാണ് ഈ കാണുന്നത്. 6 ഇഞ്ച് പൈപ്പിൻ്റെ കപ്ലിംഗ് ഏരിയ ആണ് കാണുന്നത്. അപ്പോൾ ഈ 6 ഇഞ്ച് പൈപ്പ് നമ്മൾ വെച്ചതിന് ശേഷം എവിടെയാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ വെച്ചതിന് ശേഷം ഈ മോട്ടർ ഇതിലേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കുക. ഇങ്ങനെ കയറ്റി നമുക്ക് കാണാൻ സാധിക്കും. കയറ്റി വെച്ചതിന് ശേഷം ഒന്നല്ലെങ്കിൽ സെൽഫ് സ്ക്രൂ അടിച്ച് കൊടുക്കുകയോ അതല്ലെങ്കിൽ അതിൻ്റെ എൻഡ് ടൈറ്റ് ചെയ്യുന്ന രീതിയിൽ വാഷ് കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ രീതിയിൽ ഫോം കാര്യങ്ങളിട്ട് റബ്ബറിൻ്റെ വാഷോ കാര്യങ്ങളിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീറ്റായിട്ടിരിക്കും. അപ്പോൾ മൊത്തം എയർ വലിച്ച് കളയുന്ന രീതിയിലുണ്ട്. അവിടെ നിന്ന് എയർ വലിച്ച് പുറത്തേക്ക് കളയും. ഇത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് കിച്ചണിൻ്റെ ഏരിയയിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കിച്ചണിൻ്റെ ഏരിയ, അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റോറിലാണെങ്കിൽ സ്റ്റോറിൻ്റെ ഏരിയ, പിന്നെ ഡൈനിങ്ങിൻ്റെ ഏരിയ ആണെങ്കിൽ ഡൈനിങ്ങിൻ്റെ ഏരിയ വയ്ക്കാം. അപ്പോൾ നമുക്ക് വലിച്ച് കളയാനുള്ള അത്യാവശ്യം നല്ല ഫോഴ്സ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്ന കിച്ചണിൻ്റെ ഏരിയയിലാണ്. ബാഡ് സ്മെല്ല് കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ചിമ്മിനി വെക്കുന്ന സമയത്ത് എക്സോസ്റ്റ് ഉണ്ടെങ്കിലും ആ ബാഡ് സ്മെല്ല് കാര്യങ്ങളുണ്ടെങ്കിൽ വലിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ടാഗ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ടാഗ് നമ്മൾ അകത്തേക്ക് കയറ്റിയതിന് ശേഷം ആ ബ്ലാക്ക് ടാഗ് ഉണ്ടോ അത് നമുക്ക് അഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രൂ ചെയ്യുന്ന ആ ഭാഗം നമുക്ക് പുറത്തേക്ക് കിട്ടും. അത് നമുക്ക് എവിടെയാണോ ഉറപ്പിക്കേണ്ടത് അത് ഉറപ്പിച്ച് ക്ലിയർ ചെയ്യാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്വിച്ചിൻ്റെ മോഡ്യൂൾ കറക്റ്റ് ചെയ്ത് വരുന്നത്. അതിൻ്റെ ഒന്ന് ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഹൈയും ലോ, ഇതാണ് അതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. ഹൈയും ലോ ഈ 2 ഓപ്ഷനാണ് നമ്മൾ അതിൻ്റെ അകത്ത് വരുന്നത്. ഇത് നമുക്ക് ഡയറക്റ്റ് കൊടുക്കണം. ഇതിൻ്റെ ഓപ്ഷൻ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇത് നമുക്ക് നോർമൽ ലെവലിൽ സ്വിച്ചിലും കൊടുക്കാം. ഇനി അതല്ല ഇതിൽ വേണമെങ്കിലും ഇതിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ MRP കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്ന വെന്റിലേഷൻ ടൈപ്പ് ഫാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങളോട് ഇൻഫർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മറക്കണ്ട, വെന്റിലേഷൻ ടൈപ്പ് ഫാനാണ് ഈ വന്നത്. നമുക്ക് എക്സോസ്റ്റ് ലെവലിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ സീലിങ്ങിൻ്റെ അകത്ത് പൈപ്പ് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് അതെങ്ങനെയാണെന്ന് നിങ്ങൾ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്കതെങ്ങനെ ചെയ്യാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.